ഹലോ, നമ്മൾ XandY USS അവാർഡ് ഫംഗ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ദേവതീർത്ഥയുടെ അമ്മയാണ് കൂടെ ഉള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്? ദേവതീർത്ഥയുടെ അമ്മ പറഞ്ഞു, ദേവതീർത്ഥ തന്നെ സജസ്റ്റ് ചെയ്താണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നും അധികം ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു, ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ദേവതീർത്ഥ വാശി പിടിച്ച് ജോയിൻ ചെയ്താണെന്നുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട് കോഴ്സിന്റെ അനുഭവങ്ങൾ? ഒരു മദർ എന്നുള്ള നിലയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അവള് തന്നെയാണ് ഈ XandYയിൽ ചേരണമെന്ന് പറഞ്ഞത്. എനിക്ക് പൊതുവെ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൊറോണ പീരീഡിന് ശേഷം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഫോൺ അധികം ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. അപ്പൊ അവള് തന്നെയാണ് പറഞ്ഞത് ഇതിൽ എന്തായാലും ചെയ്യണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മറ്റ് ഇതിലൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ വ്യൂവേഴ്സ് ഒക്കെ കൂടുതൽ. അപ്പൊ അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോ എന്റെ മോള് പറഞ്ഞത് ഇതിൽ ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ ചുരുങ്ങിയ സമയമാണ്, ചുരുങ്ങിയ സമയത്ത് ഒരുപാട് കണ്ടന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ ചേരണമെന്ന് സങ്കടത്തോടെ പറഞ്ഞു കേട്ടപ്പോഴാ പിന്നെ എന്നിട്ട് ഞാൻ അത് നീട്ടിക്കൊണ്ടുപോയി. ജൂൺ മുതൽ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ലാസ്റ്റത്തെ ഇതിലാണ്. അതും അവൾ അത്രയും പറഞ്ഞിട്ട്. പക്ഷെ ജൂൺ ആണെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കിട്ടി. നല്ല കണ്ടന്റ് ആണ്. ഒന്നാമത് ഇന്നലെ നമ്മള് വീട്ടിലാകുമ്പോ നമ്മള് സ്കൂൾ വിട്ട്, ഞാൻ ടീച്ചറാണ്, സ്കൂൾ വിട്ട് വന്നാൽ നമ്മൾ കുറെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം ഈ ക്ലാസ്സിന്റെ കാര്യം ഓർക്കാൻ പെട്ടെന്ന് ഓർത്തൊന്നും വരില്ല. ഇന്നലെ സ്കൂൾ അടച്ചു. സ്കൂൾ അടച്ചിട്ട് പിന്നെ അവര് പുറത്ത് കളി, രാത്രി അപ്പുറത്ത് എല്ലാവരും സംസാരിച്ച് നിൽക്കാം. അപ്പോഴുണ്ട് ഇന്നലെ രാത്രി 7 മണിയായപ്പോ മോളെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആ വിളി എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണ്, ഒരു മെസ്സേജ് അല്ല. എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 10-15 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അതിലേറെ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിട്ട് ഓരോ സ്റ്റുഡന്റിനെ കാണാതെ കുട്ടികൾ ക്ലാസ്സിൽ ഇല്ല എന്ന് ഓർത്ത് ആ മെന്റർ എന്നുള്ള പദം ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു പാരന്റിന് സ്റ്റുഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മെന്റർ കൂടി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അവരാണ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെല്ലാം ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ നാളെ എക്സാം ഉണ്ട്, പക്ഷെ നാളെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനിലോട്ട് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അവർ അത് അറ്റൻഡ് ചെയ്യും, മോളെ അത് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പൊ അതൊരു വാക്ക് കേട്ടപ്പോൾ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ഇനി എക്സാമിന് നാളെ ഇങ്ങോട്ട് വരാനുള്ള അത് അവൾക്ക് തോന്നിയതാ, ഞാൻ പറഞ്ഞതല്ല. അതൊരു മെന്റർക്കാണ് കഴിയുന്നത്. പാരന്റിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിർബന്ധി. പക്ഷെ മെന്റർ ഇപ്പൊ പറഞ്ഞു നാളെ എന്തായാലും അറ്റൻഡ് ചെയ്യണം മോളെ. മാഡത്തിനോട് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും ഡോക്ടേഴ്സ് തന്നെയാണ്. മാത്സിന്റെ സാറും അങ്ങനെ കുറെ കെമിസ്ട്രി എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും ദേവതീർത്ഥയുടെ ആഗ്രഹം എയിംസിൽ ഡോക്ടർ ആവണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെയാണ് ബയോളജി പഠിപ്പിക്കുന്നതും അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ദേവതീർത്ഥക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.